ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന മാനസികോല്ലാസ പരിപാടിയായ ഇടുക്കി ഇലക്ട്ര പദ്ധതിക്ക് ചൊല്ലാർകോവിൽ അരുവിക്കുഴി ടൂറിസം കേന്ദ്രത്തിൽ തുടക്കം കുറിച്ചു. ജില്ലയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ പദ്ധതിക്ക് തുടക്കമിട്ടത്. കൃത്യമായ ഇടവേളകളിൽ ഒരുമിച്ച് കൂടി പാട്ടും നൃത്തവും കഥകളുമായി മാനസിക ഉല്ലാസം നേടുകയും ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. DTPCയുടെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നമ്മുടെ നാടിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ അരുവിക്കുഴി വ്യൂ പോയിന്റ് നമ്മുടെ സ്വന്തമായി കരുതിക്കൊണ്ട് നമ്മുടെ വിരസത മാറ്റുവാൻ ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്നു. അവരവിടെ ഇരുന്ന് എത്ര സന്തോഷത്തോടു കൂടിയാണ് പാട്ട് പാടിയത്. ഇപ്പം പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ഒരു ബുക്കുമായി വന്നിരുന്നാൽ ഇവിടെ എത്രയോ ഹട്ടുകൾ പണിതിട്ടിരിക്കുന്നു. സ്വസ്ഥമായി വന്നിരുന്ന് ഒരു ബുക്ക് വായിക്കാം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയം വന്നിരുന്ന് നമുക്ക് നമ്മുടെ വിരസത മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇടുക്കി ഇലക്ട്ര എന്ന പേരിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ ഇടുക്കിയുടെ ജന്മദിനമായ ഇന്ന് ജനുവരി 26-ന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ചെല്ലാർകോവിൽ അരുവിക്കുഴിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT നിർവഹിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശനത്തിന് എത്തിയ ജർമ്മൻ സ്വദേശികളും പരിപാടികളിൽ പങ്കാളികളായി കുട്ടികൾക്കൊപ്പം ആടിപ്പാടിയത് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. കുടുംബശ്രീയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ജോസഫ് MC, അനുമോൾ CP, സജീന AP, സ്റ്റെഫി കുര്യൻ, ചക്കുവള്ളം കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി, ഭാരവാഹികളായ തുളസി പ്രദീപ്, അനു അനി, കൃഷി ഓഫീസർ പ്രിൻസി ജോൺ, അമ്മക്കരുമ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കർഷകർ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് എത്തിച്ച അരിയും പച്ചക്കറികളും അടക്കമുള്ളവ പരിപാടിയുടെ ഭാഗമായി എത്തിക്കുകയും ഇവ ലേലം വിളിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.